വെപ്രാളമുള്ള ഓണർ നഖം വെട്ടുമ്പോൾ ഒരു നഖവും കൊടുന്നു ഇങ്ങനെ വളഞ്ഞ് നിന്റെ മാംസത്തി വന്ന് കയറുന്നു. ഇതുണ്ടോ ഇതാ വളഞ്ഞു വളഞ്ഞ് അകത്തോട്ട് വരുന്നു കാളക്കൊമ്പ് പോലെ. അനങ്ങല്ലേ അനങ്ങല്ലേ. നാളെ ഒരു പട്ടിയുടെ കാലിൽ നഖം വെട്ടിയപ്പോ കയ്യൊക്കെ മുറിഞ്ഞു പോയി. ഇതുവരെയാണെങ്കിൽ ബാലൻസ് കിട്ടുന്നില്ലേ? ഫുഡ് ഞാനൊക്കെ പകുതിയാക്കും. അടങ്ങിയിരിക്കാവോ കുഞ്ഞു മോനല്ലേ, തങ്കക്കുടമല്ലേ, കയ്യാ മുറിക്കത്തില്ല. അടങ്ങിയിരുന്നാ മുറിക്കത്തില്ല. അടങ്ങിരി അടങ്ങിരി. ഈ ഒരു ഭാഗം എനിക്ക് നല്ലോണം കിട്ടുന്നില്ല. മൂക്ക് ഞാൻ ചത്തും. ഇവിടെ ഇവിടെ കേറ ഫോണ് വളർന്നു. 1 കിലോമീറ്റർ നീളമുള്ള നഖമായിരുന്നു. നീ കേട്ടോ ഒരു സൗണ്ട് കേട്ടോ. അവിടെ ക്ഷമയുടെ നെല്ലിപ്പലകയുണ്ടല്ലോ അവിടെ കൈതാ കൈതാ എന്റെ കൈ ക്ഷീണിപ്പിക്കാം. നീ എനിക്ക് ഒട്ടും വാക്ക് തരുന്നില്ല കേട്ടോ. ഇവനെ അപ്പുറത്തെത്തിയിട്ട് കൈ മാത്രമേ ഇങ്ങോട്ട് ഇങ്ങോട്ടങ്ങ് വലിക്കും. അതായത് കണ്ടില്ല അവനെ പുറകോട്ട് വലിക്കാൻ നല്ലോണം അറിയാവുന്നു. സത്യമായിട്ട് നിന്നെ അവിടെ കൊണ്ടുപോയി വെട്ടും. ഒരു നഖം വെട്ടാൻ 1 മണിക്കൂർ. ബാക്കിയുള്ളവരൊക്കെ കൈയും കാലും നോക്കും. ഓക്കെ ശരി, താഴെ താഴെ അന്ന് താഴെ വയ്ക്കും. നിങ്ങൾ രണ്ടുപേരോട് ഒരു തീരുമാനമുണ്ട്. അനങ്ങരുത്. എനിക്ക് ഇവിടെ എന്റെ പൊന്നെ എന്റെ കാല് പോടാ. ഇന്നത്തെ എക്സസൈസിനുള്ളതായല്ലോ. എന്റെ എക്സസൈസ് കഴിഞ്ഞു. പാത്തു വെക്ക്. Come here. ബിഗ് ബോസിനകത്ത് പറയുന്ന പോലെ സമയം രാവിലെ 7:30. സമയം രാവിലെ ഇത്ര മണി, ഉച്ചക്ക് ഇത്ര മണി. ഇതെങ്ങാനും തീരുവോ? ഇതെന്ത് ഇത്? ശാന്തത ഉള്ള ഓണർ നഖം വെട്ടുമ്പോൾ. സുഹൃത്തുക്കളെ, ഇതുവരെ നമ്മൾ കാണിച്ചത് വെറും ഷോ. ഇനി നമുക്ക് നഖം വെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യം വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് നിൽക്കുക. മനസ്സ് വളരെ ബ്ലാങ്ക് ആക്കുക. ഒരു ശൂന്യത മാത്രം, അത് മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക. ആ ബ്രീത്തിങ് സ്പീഡിൽ മാത്രമേ നമ്മൾ മൂവ് ചെയ്യാവുള്ളൂ, അവൻ്റെ കാലിൽ തൊടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് വളരെ പതുക്കെ കാലെടുക്കുക. കാലെടുത്തതിന് ശേഷം നമ്മൾ ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കാതെ വളരെ സ്ലോയിൽ ഇത് കൊണ്ടുവരിക. ഓക്കെ, സ്ലോയിൽ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടുക. അപ്പോൾ അവൻ മൂവ് ചെയ്യത്തതൊന്നുമില്ല. അത് തട്ടി കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം വളരെ സ്ലോയിൽ വെട്ടുക. കണ്ട, വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ഇവനിരിക്കുന്നത് കാണാം. ഓക്കെ, മനസ്സിലായല്ലേ? അടുത്ത നഖം വെട്ടണമെന്നുണ്ടെങ്കിലും വളരെ സമാധാനമായിട്ട് എന്നിട്ട് ആദ്യം ഈ നഖത്തിലും തൊടുമ്പോൾ പ്രശ്നമില്ലല്ലോ. അതിനുശേഷം വളരെ സമാധാനമായിട്ട് വെട്ടുക. കണ്ട, അനങ്ങിയായില്ലല്ലോ. നമ്മൾ നേരത്തെ ചെയ്തത് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെപ്രാളപ്പെട്ട് നമ്മൾ ധൃതി പിടിച്ച് അവനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അവൻ എപ്പോഴും ഓടിപ്പോവാനുള്ള ഒരു ടെൻഡൻസി കാണും. തീർച്ചയായിട്ടും എല്ലാ ഡോഗ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും നഖം വെട്ടുമ്പോൾ. ഡിഫറൻസ് കാണിച്ചതെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ തമാശക്ക് ചെയ്തതാണ്, ജസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു ഫണ്ണായിട്ട് ചെയ്തതന്നേ ഉള്ളൂ. നഖം വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടണം.
അതല്ല നിങ്ങളുടെ തമാശക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടും നഖത്തിനകത്ത് എന്താണ് കട്ടായി പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. മറ്റേ കൈയൊന്നും ചെയ്യാം. ടെറി ഇങ്ങോട്ട് വാ, ടെറി ഇങ്ങ് വാ. ഓക്കെ, ഗുഡ് ബോയ്. എന്തോ ചെയ്യണം? നേരത്തെ പോലെ തന്നെ വളരെ ശാന്തിയോടും സമാധാനത്തോടും കൂടി ഇരിക്കുക, നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുക, മനസ്സ് ബ്ലാങ്ക് ആക്കുക. അപ്പൊ അതൊക്കെ ഏതെങ്കിലും ഒരു കൈ പടാ ടെറി. ഇപ്പൊ നമ്മള് ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇപ്പൊ ഈ കൈ എടുക്കുമ്പോ ബലം പിടിച്ച് ഇതെടുക്കാനായിട്ട് ശ്രമിക്കരുത്. ടെറി ഒരു ഷേക്കാൻ്റെ ഇടാ. ആ കൈ വെച്ചിട്ട് ഞാൻ ആ സൈഡിൽ വരാം. ഓക്കെ, ഒരു ഷേക്കാൻ്റെ ഇങ്ങോട്ട് വാ വാ. ഗുഡ് ബൈ, ഗുഡ് ബൈ. വളരെ സോഫ്റ്റ് ആയിട്ട് ഈ കൈ എടുക്കാവുള്ളൂ. ബലത്തെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഗുഡ് ബോയ്. ഒന്നുകൂടെ ടച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം വളരെ കാമായിട്ട് കട്ട് ചെയ്യുക. മനസ്സിലായല്ലേ? അപ്പൊ ഈ രീതിയിലാണ് നഖം വെട്ടണ്ടെന്ന് പറയുന്നത്. നമ്മൾ പ്രൊഫഷണൽസ് അല്ല ഇത് വെട്ടുന്നത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അത് ഏത് ആംഗിളിൽ ഏത് ലെങ്തിൽ വെട്ടണമെന്നുള്ളത് അറിഞ്ഞുകൂടായിരിക്കും. പക്ഷെ ഈ സൈക്കോളജിക്കൽ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്ന, എല്ലാവർക്കും വീട്ടിൽ ചെയ്യുമ്പോൾ ഇത്രയും കാര്യം ചെയ്യാം. ധൃതി പിടിച്ച് വെട്ടാൻ, ഈ വെട്ടുന്ന കാര്യം മാത്രമല്ല കേട്ടോ, ധൃതി പിടിച്ച് കുളിപ്പിക്കാൻ പോവുക, ധൃതി പിടിച്ച് തോർത്താൻ പോവുക, ഇതെല്ലാം ചെയ്യുമ്പോൾ ഡോഗ് ഭയങ്കരമായിട്ട് കിടന്നിങ്ങനെ കുതിരക്കൊണ്ടിരിക്കും. അത് ഒരു റിവേഴ്സ് സൈക്കോളജിയാണ്. എന്താണോ നമ്മൾ സ്പീഡ് ചെയ്യാൻ നോക്കുന്നത് അവരതിന്റെ നേരെ ഓപ്പോസിറ്റിലോട്ട് പോകും. ആ സമയത്ത് നമ്മൾ കാമായി കഴിഞ്ഞാൽ അവരും കാമാവും. ഇത് കണ്ടില്ല, ഇത്രയും നേരം ഇവൻ ഇവിടെ ഇരുന്ന് തന്നു, ഇതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് പോയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.